ഹായ് ഓൾ, ദിസ് ഇസ് സാറ്റർഡേ മോർണിംഗ്. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്ക് അത് ഞാൻ പറയണ്ടല്ലോ, നല്ല ലേറ്റായി. സാറ്റർഡേ ആയതുകൊണ്ട് ഒരുപാട് നേരം കിടന്നുറങ്ങി. പിന്നെ ഞങ്ങളും ഇന്നലെ മേലോട്ട് പോയില്ല. ഞാനും കുക്കുവൊക്കെ കൂടെ ഒരു മൂവി കണ്ടിട്ട് ഇവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. ഡെന്നിസ് ദ മെനസ് എന്ന് പറഞ്ഞ എന്തോ ഒരു മൂവിയാണ് അവനിരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ പാതി എത്തിയപ്പോഴേക്ക് ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നെ രാവിലെ അമ്മ കിച്ചണിലോട്ട് വന്നപ്പോഴേക്ക് ഞാൻ നുലുവിനെയും കെട്ടിപ്പിടിച്ച് വീണ്ടും കിടന്ന് ഒരു ഉറക്കം കൂടെ ഉറങ്ങി. അങ്ങനെ കുറേ നേരം ഉറങ്ങിയിട്ട് ഏതാണ്ട് 10:30-11 മണിയായപ്പോഴേക്കാണ് കിച്ചണിലോട്ട് ഞാൻ വന്നത്. ആലൻ ഇല്ലായിരുന്നു കേട്ടോ. ആലന് രാവിലെ സിജിയിൽ ബുക്കിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അവർക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അമ്മ രാവിലെ എണീറ്റ് സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കൊന്നും അധികം കഴിക്കത്തില്ല. പിന്നെ ആലൻ സിജിയിൽ നിന്ന് വരുമ്പോഴേക്ക് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടാണ് പോരുക, വീട്ടിൽ വന്നിട്ട് കഴിക്കാനായിട്ട്. മൊത്തം നനഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവനെ വേണമെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് തള്ളിവിടാം. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആലൻ എത്തും, രാവിലത്തെ ബുക്കിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ കുക്കുവിനെ ആലൻ്റെ കൂടെ ആ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കഴിപ്പിക്കാമെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ സൂചി ഗോതമ്പിൻ്റെ ഉപ്മാവ് പഞ്ചസാര ഇട്ടേ കഴിക്കത്തുള്ളൂ. അപ്പം വണ്ണം കൂടുന്നു എന്നുള്ള ചിന്ത ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല. കഴിച്ചാൽ ഞാനത് പഞ്ചസാര ഇട്ട് കഴിക്കണം. അപ്പോൾ അത്രയും മധുരവും എല്ലാം കൂടിയിട്ട് വേണ്ടാന്ന് തീരുമാനിച്ചു. പിന്നെ ഇത്രയും നേരമായില്ലേ, ഇനി പെട്ടെന്നൊരു ലഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യത്തെ ഡയറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കും. പക്ഷേ ചോറ് ഇപ്പോൾ ഏതാണ്ട് ഒരു വീക്ക്നെസ് പോലെയായി. ഒരു ദിവസം ഇത്തിരി ചോറ് കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. പിന്നെ രാവിലെ ഇവിടെ കറണ്ടില്ല. അപ്പോൾ പ്ലഗ് പോയിൻറ്റ്സ് ഒന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എൻ്റെ ഈ LED ലൈറ്റ്സ് ഒന്നും രാവിലെ വർക്ക് ചെയ്യത്തില്ല. മെയിൻ ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, കിച്ചണിലെ മെയിൻ ലൈറ്റ്. അപ്പോൾ എൻ്റെ കിച്ചണിൽ ഈ ഒരൊറ്റ വിൻഡോ ഇങ്ങ് അറ്റത്ത് വെളിയിലോട്ട് ഇറങ്ങുന്ന ഡോറിനടുത്ത് മാത്രമേ ഉള്ളൂ. 2 സൈഡ്സിലും വിൻഡോ ഒന്നുമില്ല. ലൈറ്റ് ഇല്ലെങ്കിൽ ഇതിനകത്ത് നല്ല ഇരുട്ടായിരിക്കും പകലും. അല്ലെങ്കിൽ പിന്നെ നട്ടുച്ചയാവണം. അപ്പോൾ കുറച്ച് വെട്ടം ഉണ്ടാവും. എന്നാലും നമുക്ക് ക്യാമറയിൽ കാണിക്കാൻ പറ്റുന്ന അത്ര വെട്ടം കിച്ചണിൻ്റെ ലൈറ്റ് ഇല്ലെങ്കിൽ ഉണ്ടാവത്തില്ല. അങ്ങനെ ഞാൻ വന്ന് ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ടുള്ളതൊക്കെ കഴുകി വെച്ചു. കെറ്റിലിപ്പോൾ ഓൺ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ചൂടുവെള്ളം ആവാൻ എനിക്ക് കറണ്ട് വരണം. അതുകൊണ്ട് കെറ്റിലിൽ വെള്ളമൊക്കെ നിറച്ചെടുക്കാനുള്ള പ്ലാൻ തൽക്കാലം മാറ്റി വെച്ചിട്ട് അരി അടുപ്പത്തേക്ക് ഇട്ടു. അടുപ്പന്നേ വരത്തുള്ളൂ, അരി ഗ്യാസിലേക്ക് വെക്കാൻ പോവുകയാണ്. എപ്പോഴത്തെയും പോലും തന്നെ ഒരു ഗ്ലാസ്സും ഒരിത്തിരി കൂടുതലും എടുത്തിട്ടുണ്ട്. ശനിയാഴ്ചയല്ലേ, അപ്പോൾ വൈകുന്നേരമൊക്കെ ഇത്തിരി ചോറ് ഇരിപ്പുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കുള്ളതാവുമല്ലോ. രാത്രിയിൽ ഞാൻ അലം കഴിക്കുന്നതിൻ്റെ കൂടെ 2 ചപ്പാത്തിയോ 1 ചപ്പാത്തിയോ എല്ലാം ഒക്കെ കഴിക്കത്തുള്ളൂ. ഒരു ഗ്ലാസ് അരിയിട്ടിട്ട് കുക്കറിൽ നല്ലപോലെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കുറഞ്ഞു പോയാൽ ചോറ് ഒട്ടിപ്പിടിച്ച് ഒരു മെഴുമെഴുക്കും പശപ്പശപ്പും ഒക്കെ വരും. വെള്ളം ഒരുപാടുണ്ടെങ്കിൽ അങ്ങനെ വരത്തില്ല. സേറമോൾ രാവിലെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുക്കുവിനെ എവിടെയെങ്കിലും കണ്ടില്ലല്ലോ എന്നും ചോദിച്ചിട്ടാണ് കിച്ചണിലോട്ട് വന്നത്. സേറ പിന്നെ നിലുവിൻ്റെ പാലം എടുത്ത് അങ്ങോട്ട് പോയി കേട്ടോ. ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എൻ്റെ പുറകെ ഓടി വന്നാലും ഇല്ലെങ്കിലും സേറ എങ്ങോട്ട് തിരിഞ്ഞാലും അവൻ പുറകെ ഓടിപ്പോയിക്കോളും. ഇപ്പോൾ വിളിയൊക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. സേറാന്ന് വിളിക്കുന്നത് ഇപ്പോൾ സേറാമ്മ എന്നാണ് വിളിക്കുന്നത്. പോറ്റമ്മ എന്നുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ ഏതാണ്ട് കറക്റ്റായി. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ നിലുവിൻ്റെ കൂവലും ബഹളവും ഒക്കെയാണ് കേൾക്കുന്നത്. ഞാനൊരു മുറിയിൽ കയറി റൂം അടച്ചിട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് ഓഡിയോ ഇടുന്നത്. അപ്പോൾ അവൻ വെളിയിൽ കിടന്ന് ബഹളം വയ്ക്കുവാണ്. ഇത് ഉച്ചയ്ക്ക് ലഞ്ചിന് വെജിറ്റബിൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മദറിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് സേറമോളുടെ വീട്ടിൽ മുരിങ്ങയില മരം നിൽക്കുന്നത്. അതിന്ന് ഞാൻ കുറച്ച് കൊപ്പ് ഗ്ലാഡിസിനോട് ചോദിച്ച് ഒടിച്ചെടുത്തു. അത് ഞാനും അമ്മയും കൂടെ പിച്ചി. അത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്ത വളരെ ബോറിങ് പരിപാടിയാണ്. അതിൻ്റെ ഇടയിൽ കുക്കുവിനെ ഞാൻ മുട്ട മേടിക്കാൻ വിട്ടിരുന്നു കേട്ടോ. ആ വകയിൽ അലൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കമ്മീഷനായിട്ട് അടിച്ച് മാറ്റിയിട്ട് മിഠായിയൊക്കെ ഏതാണ്ട് മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ അതാണ് എല്ലാവരും വാ തുറന്ന് കാണിച്ചത്, മിഠായി കഴിക്കുവാന്ന്. അപ്പോഴേക്ക് കറണ്ട് വന്നു. അമ്മ ദേ മീൻകറിക്കുള്ള അരപ്പെടുക്കുവാണ്. കുറച്ച് ചാള നമ്മൾ അന്ന് ഒരുപാട് ബോക്സസിൽ വെച്ചില്ലായിരുന്നോ, അതിൽ ചാള ഞാൻ ഇന്ന് തേങ്ങ അരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അമ്മ ആദ്യം കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച് മുരിങ്ങയില തോരന് മാറ്റിയിട്ട് അതിലേക്ക് പിന്നെ ഈ പിരിയമുളകും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്ത് ഒന്നുകൂടെ തേങ്ങ അരച്ച മീൻകറിക്ക് അരച്ച് തന്നു. ഇതിനെ ഞങ്ങളിവിടെ ഒറ്റക്കറി എന്ന് പറയും കേട്ടോ. തേങ്ങ അരച്ച മീൻകറി എന്ന് പറയാനായിട്ട് ഞാൻ പാടുപെടുന്ന അതാണ്. ഇത് ഞങ്ങൾക്കൊക്കെ ഒറ്റക്കറിയാണ്. രണ്ടാമത് ആ ജാറിൽ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് പുളിയും കൂടെ ഞാൻ പിഴിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, കുറച്ചില്ല ഒരു 3 എണ്ണം. ഞാൻ പറഞ്ഞില്ലേ നാടൻ പച്ചമുളക് നല്ല എരിവുണ്ടെന്ന്. ഒരു ചെറുതും 2 വലുതും അങ്ങനെ എന്തോ മറ്റോ ഞാൻ എടുത്തത്. പിന്നെ ഒരു പഴുത്ത ചെറിയ തക്കാളി, കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അത് അങ്ങോട്ടേക്ക് വെച്ചു. ചോറായി കേട്ടോ. അപ്പോഴേക്ക് ചോറിൻ്റെ വിസിലടിച്ചു. അതിന് കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും പോവില്ല, അതിനു മുമ്പ് തുറന്ന് വാർത്തിടാം. ഇവിടെയൊക്കെ മീനിങ്ങനെ കറിയൊക്കെ വെക്കാൻ നേരത്തെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ചോദിക്കും കേട്ടോ, എന്തോ കിട്ടി, എന്ത് കറി വെച്ചു എന്നൊക്കെ. അപ്പോൾ പറയുന്നത് ഒറ്റക്കറി, എരിക്കറി, ആണക്കറി, സൂപ്പ്. ഇത് ഇത്രയാണ് മീനിൻ്റെ ഇവിടുത്തെ കറി വെറൈറ്റീസ്. ഒരു ആവോലി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതും വറുക്കാനായിട്ട് എടുത്ത് വെച്ചു പാനിൽ. അത് ഒരാൾ അങ്ങനെ അങ്ങ് കിടന്നോട്ടേ എന്ന് വിചാരിച്ചു. എടുക്കുമ്പോൾ വാലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് അലനും നടുക്കുന്ന് കുറച്ച് കുക്കുവിനും
പിന്നെ തല അമ്മയ്ക്കും കൊടുക്കാമല്ലോ. പിന്നെ ഈ അലനും കുക്കൂനും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് അറ്റത്തും മൂലയിലും ഒക്കെ കടിച്ചു പറിക്കാൻ കാണും. ഇതിനിടയിൽ സേറമോളെ വീട്ടിൽ കഴിക്കാൻ വിളിച്ചു കേട്ടോ. അവർ രാവിലെ 8:30-9 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കും. പിന്നെ സേറമോളുടെ അമ്മൂമ്മയ്ക്ക് എന്തോ വയ്യായികയുണ്ട്. അപ്പോൾ ഗ്ലാഡിസിന് അങ്ങോട്ടേക്ക് പോകണം. അതായത് ഗ്ലാഡിസിൻ്റെ അമ്മയ്ക്ക്. സേറമോളുടെ അമ്മേനെയാണ് കേട്ടോ ഗ്ലാഡിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പ് സേറയ്ക്ക് ചോറ് കൊടുത്തിട്ട് പോകണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഞാൻ ചോറ് വാർത്തിട്ടുമില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയേനെ. അങ്ങനെ സേറ കഴിക്കാൻ പോയതിൻ്റെ സങ്കടത്തിലാണ് നിലു കിച്ചണിലോട്ട് വന്നത്. കുറച്ചു നേരം ഇവിടെ നിന്നു, പിന്നെ അമ്മ ഏറ്റെടുത്തു. നമ്മുടെ മീൻകറിയുടെ അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം. തോരനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് തേങ്ങയും മഞ്ഞൾപ്പൊടി മാത്രമേ അരച്ചിട്ടുള്ളൂ, അത് ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇല കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇലയിരുന്ന പാത്രത്തിൻ്റെ വലിപ്പവും കറിച്ചട്ടിയും കാണുമ്പോഴത്തേക്ക് ഇതിൽ കൊള്ളില്ല എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ മുരിങ്ങയില പെട്ടെന്ന് ഇങ്ങനെ വാടി ചുരുങ്ങിപ്പോവും. അപ്പോൾ അത് ചുരുങ്ങുന്നതിനനുസരിച്ച് ഞാൻ നടുക്ക് കുറച്ച് സ്ഥലം ഉണ്ടാക്കി അതിലേക്ക് വീണ്ടും ഓരോ പിടി മുരിങ്ങയില ഇടും. എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് ചിക്കി ഒതുക്കിയെടുക്കും. ഇങ്ങനെ മുരിങ്ങയില തോരനാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സ്രാവും കൂടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ പൊളിച്ചേനെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ. അവിടെ നിങ്ങൾ കാണുന്നിടത്തൊക്കെ ഉണ്ടോ എന്നറിയത്തില്ല. സ്രാവ് പുഴുങ്ങിയിട്ട് ഈ ചൊറകിൻ്റെ മീറ്റ് നന്നായിട്ട് ഇളക്കിയെടുത്ത് കുറച്ച് ഇങ്ങനെ പൊടിക്കും, കൈവച്ച് ഇങ്ങനെ ഉടച്ചിട്ട് അത് ഈ തേങ്ങാപ്പീര പോലെ കിടക്കും ഈ ചൊറകിൻ്റെ മാംസം. അത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. തേങ്ങയും ആഡ് ചെയ്യും, മുരിങ്ങയില ആഡ് ചെയ്യും. പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയല്ല. ഒരു പ്ലേറ്റിലേക്ക് ആദ്യം തേങ്ങാപ്പീരയും ചൊറകിൻ്റെ മാംസവും മുരിങ്ങയിലയും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും തേങ്ങയൊക്കെ ചേർത്തത് ഇങ്ങനെ നന്നായിട്ടിട്ട് കുഴച്ചെടുത്തിട്ട് ആണ് അത് പിന്നെ ഗ്യാസിലേക്ക് അടുപ്പിലേക്ക് ഒക്കെ വേവിച്ചെടുക്കുന്നത്. ചൊറക ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തിട്ടാണ് മാംസം ഇളക്കി എടുക്കുന്നത്. എന്നാലേ മാംസം നന്നായിട്ട് പൊടിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ മീൻകറിയുടെ അരപ്പ് അപ്പോഴേക്ക് നന്നായിട്ട് തിളച്ചു. അതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിൽ ഉപ്പ് ഞാൻ ലേശം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട്. ഈ മുരിങ്ങയിലയും തേങ്ങയും കൂടി ഇട്ട തോരന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചൊറകില്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട നടുക്കായിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്താൽ മതി. ഇതിന് കൈ എടുക്കാതെ ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റൊക്കെ ഇങ്ങനെ കൈ എടുക്കാതെ ചിക്കിക്കൊണ്ടിരുന്നാൽ സാധനം നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇതിങ്ങനെയും കഴിക്കാം കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ കുഴഞ്ഞു കൂടിയിരിക്കുന്നത് ചീരയാണെങ്കിലും മുരിങ്ങയിലയാണെങ്കിലും അതൊരു അഭംഗി, കാഴ്ചയ്ക്ക് ഭംഗി ഉണ്ടാവത്തില്ല. അതിങ്ങനെ വിട്ടിരിക്കണം ഓരോ ഇലകളും. അപ്പോൾ അത് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ നന്നായിട്ട് ചിക്കി അത് നല്ലപോലെ ഇങ്ങനെ വിടുവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻകറി ഏതാണ്ട് ഇപ്പോൾ പരുവായി കേട്ടോ. ഈ ഒറ്റക്കറി എന്ന് പറയുന്ന തേങ്ങ അരച്ച കറി തിളച്ച് പൊങ്ങി വരാൻ പാടില്ല. ഇത് തിളച്ച് പോയാൽ ഇതിൻ്റെ രുചി പോകും. കാരണം ഏറ്റവും മേളിലായിരിക്കും ആ തേങ്ങയുടെ കൊഴുപ്പൊക്കെ വരുന്നത്. അപ്പോൾ കറി തിളച്ച് വെളിയിലോട്ട് ഇത്തിരി തുളുമ്പി പോയാൽ അതെല്ലാം പോവും. പിന്നെ ഒരുമാതിരി പാല് പിരിഞ്ഞ മട്ടിൽ കിടക്കും കറിയുടെ ചാറ്. മീൻ പൊരിക്കുന്ന ചട്ടി കുറച്ച് നേരം ഞാൻ അടച്ച് വെച്ച്, വലിയ മീനല്ലേ, അടച്ച് വെച്ച് ഒന്ന് മുരിച്ചിട്ട് അത് ഓഫ് ചെയ്ത് വെച്ചിരുന്നു. അല്ലെങ്കിലുണ്ടല്ലോ സാധാരണ പെട്ടെന്നൊക്കെ തിരിക്കുമ്പോഴത്തേക്ക് ഈ ആവോലി മീനൊക്കെ പൊടിഞ്ഞു പോകും. മാംസം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനല്ലേ. അപ്പോൾ അതും എടുത്ത് വെക്കുമ്പോൾ പിന്നെ മുട്ട ചിക്കിയത് കണക്കിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെയും തീ കൊടുത്തിട്ട് അത് മീൻ തിരിച്ചിട്ടത്. ഒറ്റക്കറി താളിക്കാനായിട്ട് എണ്ണയിൽ കടുകും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയുള്ളി അമ്മ അവിടെ അപ്പുറത്ത് അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. കാരണം ഞാനീ നിൽക്കുന്നതേ ലൈറ്റ് സ്റ്റാൻഡും ക്യാമറയും കൂടെ വെച്ച് പ്ലഗിലോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഈ വയറിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. അതായത് സ്റ്റാൻഡിൻ്റെ നമ്മുടെ ഈ റിംഗ് ലൈറ്റിൻ്റെ വയറിനകത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ വയർ പൊക്കി വെളിയിലോട്ട് ഇറങ്ങി വരണം. അപ്പോൾ അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ഒരു ചെറിയുള്ളി അരിഞ്ഞ് തന്നു, അതിട്ട് കൊടുത്തു. ലേശം കാശ്മീരി മുളക് പൊടി, ഈ കളറിൻ്റെ അസ്കിത ഉള്ളത് കൊണ്ട് മാത്രം അതെല്ലാം കൂടി ഇട്ട് താളിച്ചു. നല്ല കറിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. മത്തിക്ക് രുചിയുണ്ടെങ്കിൽ കറി അടിപൊളിയായിരിക്കും. ഇത് മുള്ളുള്ള ഒരു തരം ചാളയാണ്, മത്തിയാണോ എന്താണോ, ഇത്തിരി മുള്ളുള്ള ടൈപ്പാണ്. നമ്മളെപ്പോഴും കിട്ടുന്ന പോലെ വളരെ മാംസമുള്ള ടൈപ്പല്ല, കീരിമീൻ ചാള അങ്ങനെയൊക്കെ പറയും. എനിക്ക് കറക്റ്റായിട്ട് പേരറിയത്തില്ല. എന്തായാലും ഒരു മത്തിയുടെയോ ചാളയുടെയൊക്കെ ഒരു വെറൈറ്റിയാണ്. പിന്നെ ലഞ്ച് വിളമ്പിയെടുക്കാൻ പാകത്തിന് എളുപ്പത്തിനുമായിട്ട് ഞാനതൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഗ്യാസിൻ്റെ പുറമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു. അപ്പുറത്തെ സ്ലാബ് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു, ഫുഡൊക്കെ എടുത്ത് അങ്ങോട്ട് വെക്കുന്നതിന് മുമ്പ്. അതാകുമ്പോൾ ഈ വന്ന് കഴിക്കാനുള്ളവർക്ക് വിളമ്പി എടുക്കാമല്ലോ. എനിക്ക് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ ഓഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണം പോയി ഓഡിയോ ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ അതിന് പോയ ഗ്യാപ്പിൽ ആലൻ വന്ന് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചിരുന്നു. രാവിലെ മുട്ട മേടിച്ചുകൊണ്ട് വന്ന കവറാണ് ആ പ്ലാസ്റ്റിക് ഇടുന്ന ബിന്നിൽ താഴത്തോട്ട് പോകാതെ അവിടെ ഇരിക്കുന്നത്. അതാണ് ഞാൻ ആ ക്ലിപ്പ് കുറച്ച് നേരം കാണിച്ചിരുന്നത് കേട്ടോ. ഹരിതകർമ്മസേന ചേച്ചിമാർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് 2-3 മാസമായി. 4-5 പ്ലാസ്റ്റിക് കവറിൽ
ഒരുപാട് പ്ലാസ്റ്റിക് കവർ ഞാൻ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാസ്ക്കറ്റ് എംപ്റ്റി ചെയ്യണമെങ്കിൽ വീണ്ടും ഞാൻ ഇതെല്ലാം കൂടെ കെട്ടിയെടുത്ത് മാറ്റണം. അങ്ങനെ ഓഡിയോ ആഡിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നീലുവിനും ചോറ് എടുക്കണം എന്നും പറഞ്ഞ് അമ്മയും വന്നു. കുക്കുവിനും എനിക്കും കൂടെയുള്ള ചോറ് ഞാൻ ഒരുമിച്ചെടുത്തു. അതാണ് ചോറ് അത്രയും കൂടുതൽ കേട്ടോ. ഞാൻ അത്രയും ചോറൊന്നും കഴിക്കത്തില്ല. ചോറ് വീക്ക്നെസ് ആണെങ്കിലും കുറ്റബോധം കൊണ്ട് ഞാൻ ചോറൊക്കെ കുറച്ചേ കഴിക്കാറുള്ളൂ. പിന്നെ നിലുവിനുള്ള ചോറും എടുത്തു. നിലുവിന് ഈ ഇലക്കറി എടുക്കത്തില്ല കേട്ടോ. കാരണം അവന് ഇതിങ്ങനെ വായിൽ തട്ടും. അപ്പോൾ ഈ കുഴഞ്ഞ് പോകുന്ന സാധനങ്ങളാണെങ്കിൽ അവൻ വിഴുങ്ങി വിടത്തുള്ളൂ. ഈ ഇല പോലുള്ള കറിവേപ്പിലയൊക്കെ തന്നെ അവൻ ഒരെണ്ണമാണെങ്കിലും അത് തുപ്പി വായിൽ നിന്ന് അത് എടുക്കും. അപ്പോൾ ഈ ഇല അവന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. വയറ്റിൻ്റെ അകത്തോട്ടേക്ക് ചെല്ലുന്ന ചോറും മീനും പോലും ചെല്ലത്തില്ല. അതുകൊണ്ട് അവന് ഇലക്കറി വെച്ചിട്ടില്ല. പിന്നെ നമ്മുടെ അനീജാസിൻ്റെ മോനില്ലേ കൊച്ചു, അവൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഇലക്കറി. മുട്ടയും മുരിങ്ങക്കോലും മുരിങ്ങയില ഇട്ട് വെക്കുന്നത്. ലഞ്ചിന് എന്തുവാടെ സ്കൂളിൽ കൊണ്ടുപോയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ആകാംക്ഷയോടെ പറയുന്നത് ഇലക്കറിയായിരുന്നു, ഇലക്കറിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു എന്ന്. ഇത് ആലൻ വന്ന് കറി എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ സ്റ്റാൻഡ് അവിടെ വെച്ചിട്ട് പോയി ചോറ് കൊണ്ട് വെച്ചിട്ടൊക്കെ തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് കുക്കു എവിടെ ഇരിക്കുന്നതെന്നൊക്കെ നോക്കണമല്ലോ. അപ്പോഴേക്ക് ആലൻ വന്ന് കുറച്ച് കറിയും കൂടെ ഒക്കെ എടുത്തു. പുള്ളി ആദ്യമേ ചോറ് കഴിച്ചു. സിസിജിയിൽ പോകണം. ഉച്ചയ്ക്കും ബുക്കിംഗ് ഉണ്ട്. ഉച്ചയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്ക് ബുക്കിംഗ് ഉണ്ട്. പിന്നെ ഞങ്ങൾ അതിരാവിലെ എണീറ്റതാണല്ലോ, അതുകൊണ്ട് ചോറ് കഴിച്ചപ്പോഴേക്ക് ഏതാണ്ട് 2-2:30 മണിയായി. നിലുവിന് അമ്മ ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുക്കു സാറിനും ചോറ് കൊടുത്തിട്ട് ഞാനും കഴിക്കുവാണ്. ഞാൻ പറഞ്ഞ പോലെ മത്തിയുടെ ചാറിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. മതിയാക്കി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ടി വി കാണുന്നത് മുടക്കാനായിട്ടുള്ള ഡാൻസാണ് ഇത്. അവൻ ഈ ചുമ്മാ നെയ്മറിൻ്റെയും മെസ്സിയുടെയും ഒക്കെ ഈ ലൈഫ് സ്റ്റോറിയൊക്കെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുട്ബോൾ പ്രാന്താണല്ലോ. ഞാനാണെങ്കിൽ ആ ഗോഡ് ഫാദർ മൂവി വന്നിട്ട് കാണുമായിരുന്നു. മൊത്തമൊന്നും കാണത്തില്ല കേട്ടോ. നിലുവിനെ ഇപ്പോൾ ഉറക്കുമ്പോഴേക്ക് ടി വി ഓഫ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആലന് റാന്നിയിലേക്ക് പോകണമായിരുന്നെന്ന്. ആലൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരാൾ പുറകെ പോകാനായിട്ടുള്ള നിലവിളി തുടങ്ങി. പ്രത്യേകിച്ച് ടൊട്ട വണ്ടിയിൽ പോകാൻ ആരെയും സമ്മതിക്കത്തില്ല അവനില്ലാതെ. പിന്നെ കരച്ചിലായി, നിലവിളിയായി. ഇതെപ്പോഴും ഉള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഈ രാവിലെ എണീക്കുമ്പോഴും പോയി പപ്പയുടെ തോളിലും കയറാൻ പറ്റുന്നില്ല. ഉച്ചയ്ക്കും കാണുന്നില്ല ആളെ. അങ്ങനെ പോയതിൻ്റെ നിലവിളിയൊക്കെ കഴിഞ്ഞു. ആ ഒരൊറ്റ നിലവിളിയോടെ കിടന്നുറങ്ങി. ഉറക്കം എണീറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ പിരിവിന് പോയിട്ടുണ്ടായിരുന്നു. കുക്കുവിന് പാലും ബിസ്ക്കറ്റും ഒക്കെ അമ്മ കൊടുത്തു. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ കുക്കു പോയി നിന്ന് ഫുട്ബോൾ കളിക്കുന്നു. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ആ പാല് കുടിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിലുവിനെ കൊണ്ടുവന്ന് പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ എനിക്കും ആലനുമുള്ള കട്ടൻ ചായ ഇടുവാണ്. അവനിങ്ങനെ എണീക്കാനുള്ളൊരു പരുവത്തിന് പുരണ്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ശാന്താൻ്റി അവനുള്ള ചോക്ലേറ്റും കൊണ്ടുവന്നു കേട്ടോ. അത് ഡെയിലി ഇപ്പോൾ ഒരു പടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആൻറ്റിയുടെ അടുത്ത് മിഠായി ചോദിക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ടാവും ഇവന് വൈകുന്നേരം കൊടുക്കാനായിട്ട്. ശാന്താൻ്റി എല്ലാ ദിവസവും വൈകിട്ട് ഇവിടെ കുരിശുടിയിൽ കൊന്ത പിടിക്കാൻ വരും. അപ്പോൾ കൊന്ത പിടിക്കാൻ പോകുന്ന വഴിക്ക് കയറിയപ്പോഴത്തേക്ക് ആൾ നല്ല ഉറക്കം. അങ്ങനെ മിഠായി എന്നെ ഏൽപ്പിച്ചു. ആ മിഠായി ശാന്താൻ്റി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് കണ്ടിട്ട് തന്നെ മതിലും ചാടി കുക്കു വന്നിട്ട് അതിൻ്റെ പകുതി കഴിച്ചു. ഒരു വലിയ ചോക്ലേറ്റ് ആയിരുന്നു ഇത്തവണ, അല്ല ഇന്ന്. അങ്ങനെ ബാക്കി ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ കട്ടൻ ചായയായിട്ട് പുറത്ത് വന്നു. നിലുവായിട്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതി. ഇനി ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഷോർട്സ് റെഡിയാക്കണമായിരുന്നു, അതായത് 1 മിനിറ്റ് വീഡിയോ. അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ ഊഞ്ഞാലിൽ. അവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ മാക്സിമം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇന്നലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഒരു 7 മണിയോളം ആയത്. പിന്നെ എനിക്ക് ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് ഞാൻ അകത്ത് വന്നാൽ അവനും കൂടെ അകത്ത് വന്ന് കിടന്ന് ബഹളം തുടങ്ങും. ഇപ്പോൾ സേറമോൾ ഇന്ന് ഇവിടെ കുറച്ച് നേരം ഉണ്ടായിരുന്നതുകൊണ്ട് വിളി കുഞ്ഞാ ചേച്ചിന്നായിട്ടുണ്ട്. അതും ടുന്നാ ചേച്ചിയെന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ പുറകെ നടക്കും. അങ്ങനെ എനിക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റാറുന്നതുകൊണ്ടാണ് ഇന്നലെ ഷോർട്സ് റെഡി ആയിട്ടേ ഞാൻ ലോങ് വീഡിയോ ഇടത്തുള്ളൂ. കാരണം ഷോർട്സിൽ ഞാൻ എപ്പോഴും പറയും ഇതിൻ്റെ ലോങ് വീഡിയോ ചാനലിലുണ്ടെന്ന്. അപ്പോൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞിട്ട് ചാനലിൽ പോയി നോക്കുമ്പോൾ അതിൽ ലോങ് വീഡിയോ ഇല്ലെങ്കിൽ ശരിയാവത്തില്ലല്ലോ. പിന്നെ റിലേറ്റഡ് വീഡിയോ ആയിട്ടും കൊടുക്കണമല്ലോ. പക്ഷേ ഷോർട്സിനൊന്നും തീരെ വ്യൂസ് ഇല്ല യൂട്യൂബിൽ. അതെന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഷോർട്സ് എനിക്ക് അങ്ങനെ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിലും FBയിലും എനിക്ക് നല്ല റീച്ചുള്ളത് റീൽസിനാണ്. അങ്ങനെ ഞാൻ കട്ടൻ ചായയൊക്കെ കുടിച്ചു. ആലന് രാത്രിത്തെ ചപ്പാത്തിക്കുള്ള പരിപ്പ് കുറച്ച് സവാളയും പച്ചമുളകും തക്കാളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് വേകാൻ വെച്ചിട്ടുണ്ട്. ആലൻ വരുമ്പോൾ കൊടുക്കാനായിട്ട് ഞാനൊരു 3 എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. അതെടുത്തപ്പോഴത്തേക്ക് നിലുവിന് വേണം. അങ്ങനെ കുറച്ച് അവന് പിച്ച് കൊടുത്തു. അപ്പോൾ ഇത് മുളക് പൊടി തീർന്നുപോയി. പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കു സാർ കറക്റ്റായിട്ട് കയറി വന്നപ്പോൾ ആലൻ ഇരുന്ന് എഗ്ഗ് കഴിക്കുന്നു. പിന്നെ എനിക്കും എഗ്ഗ് വേണം. അപ്പോൾ പിന്നെ അപ്പനും തുടങ്ങി എൻ്റെ കൊച്ച് ഇത്രയും കളിക്കുന്നതാണ്, ഇത്രയും ടയേർഡ് ആവുന്നതാണ്, പ്രോട്ടീൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ 2 എഗ്ഗ് ഞാൻ ആ പരിപ്പിൻ്റെ പാത്രം തുറന്നിട്ട് അതിലേക്ക് കുത്തിക്കയറ്റി. ഇത് ഇറച്ചി വാങ്ങിക്കാനുള്ള എമൗണ്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 1/2 കിലോ ഞങ്ങളെപ്പോഴും വാങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞു 300 രൂപയ്ക്ക് മേടിക്കുക, നാളെ സ്റ്റൂവും കറിയൊക്കെ ആക്കിയിട്ട് മണ്ടയിലേക്ക് എന്തെങ്കിലും കാണുമല്ലോ. അപ്പോൾ പിന്നെ ആ 2 എഗ്ഗ് അവനോട് തന്നെ ഞാൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു കേട്ടോ. അവന് വേണ്ടിയല്ലേ. ഇത് ഞാൻ പറഞ്ഞു നീ തന്നെ എടുത്തുകൊണ്ട് വന്ന്.
എന്നിട്ട് ആ പരിപ്പിൻ്റെ പിന്നെ സ്റ്റീമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് അതങ്ങിട്ട് കൊടുക്കും. അമ്മ പിരിവിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടാകും. പക്ഷേ കൊച്ചുപ്പനെ കണക്കൊക്കെ ഏൽപ്പിച്ചിട്ടേ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഇത് ടൊട്ടോമണ്ടിയിൽ പോകുന്നെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ ഓരോ സംഭവങ്ങൾ. കുക്കുവിൻ്റെ ഒരു ബുക്കാണ് എടുത്ത് വെച്ചത്. അതിൽ അവൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു എന്തോ ഒരു ടോയുടെ ഒരു സ്റ്റിക്കായിരിക്കുന്നത്. ഇത് ടൊട്ടോ എന്നും പറഞ്ഞിട്ടേ പോവുക, ടൊട്ടോമണ്ടിയിൽ പോകുമെന്നും പറഞ്ഞിട്ട്. പിന്നെ ഞാൻ രണ്ടുപേരെയും ചൂടുവെള്ളമൊക്കെ ആക്കി കുളിപ്പിച്ചു. എന്നിട്ട് രണ്ടിനെയും ഡ്രസ്സ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞിട്ട് കുക്കുവിന് അലപ്പപ്പ കഴിക്കുന്ന പോലെയാണ് ബോയിൽഡ് എഗ്ഗ് കഴിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ ചെയ്യാത്ത ഒരു 2-3 പീസ് നിലുവിനായിട്ട് അവിടെ ഒരു പാത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിലുവും പോയിട്ടുണ്ട്. രണ്ടുപേരെയും ഡ്രസ്സ് ചെയ്യാൻ വിട്ടിട്ട് ഇപ്പോൾ കുറച്ച് നേരമായി കാണുന്നില്ല. ഇത് നാളത്തെ രാവിലത്തെ സ്റ്റൂവിനുള്ള പരിപാടിയാണ് കേട്ടോ. ഇങ്ങനെ ആയിരുന്നാലുണ്ടല്ലോ നാളെയും ഞാൻ എന്തായാലും ലേറ്റ് ആവും എണീക്കാനായിട്ട്. ക്ലാസ് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട്. ഇപ്പോൾ ക്ലാസ്സുള്ള ദിവസം തന്നെ എനിക്ക് നേരത്തെ എണീക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇല്ലാത്ത ദിവസം പറയണ്ടല്ലോ. അപ്പോൾ അമ്മയ്ക്ക് രാവിലെ എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങും ഒരു സവാളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു വലിയ തക്കാളിയും ഒക്കെ കൂടെ അരിഞ്ഞ് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ അമ്മ നേരത്തെ എണീക്കും. അമ്മ അങ്ങനെ 7-7:30 കഴിയുമ്പോഴത്തേക്ക് അമ്മ ഉറങ്ങത്തില്ല. അമ്മയ്ക്ക് പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ എണീറ്റ് ഇതെല്ലാം കൂടെ ആക്കിയാൽ വെന്തിരിക്കുമല്ലോ സ്റ്റൂവിനായിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എണീറ്റ് വരുന്ന സമയത്തേക്ക് എനിക്ക് നല്ല വിശപ്പും കാണും. അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാമല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ആ കല്ലിൽ ചതച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ ബോക്സിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഉരുളക്കിഴങ്ങ് അങ്ങനെ കറുത്ത് പോകത്തില്ല. കറുത്ത് പോകാതിരിക്കാനായിട്ട് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. സ്റ്റൂവിനാകുമ്പോൾ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി വേണ്ടല്ലോ. ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിലും കറക്കത്തില്ല. പക്ഷേ സ്റ്റൂ വെളുത്തിരിക്കണം എന്ന് എനിക്ക് താല്പര്യമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഇതിലേക്ക് ലേശം ഉപ്പും ഇത്തിരി വിനാഗിരിയും കൂടെ വെള്ളത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും വിനാഗിരിക്കകത്തും ഉരുളക്കിഴങ്ങ് കിടന്ന് കഴിയുമ്പോഴത്തേക്ക് അത് കറക്കത്തില്ല. രാവിലെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഈ ഉള്ളിക്കൊക്കെ എന്തെങ്കിലും പറ്റുമെന്ന് വെച്ചാൽ ഈ സംഭവമൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റായി കിട്ടും. അതിൻ്റെ എസൻസൊക്കെ പോത്തില്ലേ എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്ക് എളുപ്പമുള്ള രീതിക്ക് ഞാനങ്ങ് ചെയ്യുന്നതാണ്. പിന്നെ ഈ കിഴങ്ങ് കറക്കരുത് എന്നുള്ളതാണ് എൻ്റെ പ്രൈം എയിം. അതുകൊണ്ട് ഇങ്ങനെ ഉപ്പും വിനാഗിരിയും വെള്ളമൊക്കെ ഒഴിച്ച് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് അമ്മയും പിള്ളേരും ഒക്കെ അപ്പുറത്ത് പോകാനായിട്ട് റെഡിയാവുന്നു. അപ്പുറത്തെന്ന് പറഞ്ഞാൽ സേറമോളുടെ വീടിൻ്റെ സിറ്റൗട്ടിലോ പറമ്പിലോ കടപ്പുറത്തോ എവിടെയെങ്കിലും പോയി ഇരിക്കാനായിരിക്കും. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എല്ലാ ദിവസവും മൂടിക്കെട്ടി ഇവിടെ അല്ലേ ഇരിക്കുന്നത്, കുളിയൊക്കെ പിന്നീട് അങ്ങ് പോകാമെന്ന്. 2 പേര് ഡ്രസ്സ് ഇടാൻ പോയിട്ട് വന്നത് നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. കുക്കുവിൻ്റെ ഒരു ടീഷർട്ടാണ് നിലുവിൻ്റെ നൈറ്റ് ഡ്രസ്സ്. ആലൻ്റെ ഒരു ടീഷർട്ടാണ് കുക്കുവിൻ്റെ നൈറ്റ് ഡ്രസ്സ്. ഇതിനെ അവർ തന്നെ കുക്കു തന്നെ വിളിക്കുന്നതാണ് ഇത് നൈറ്റ് ഡ്രസ്സെന്ന്. അങ്ങനെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കൊരു ഉൾവിളി, ചപ്പാത്തിയും കൂടെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ കുറേ നേരം അവിടെ ഇരിക്കാമല്ലോ. ആലന് വിശന്ന് കഴിഞ്ഞാൽ ഒന്നെടുത്ത് കഴിക്കാമല്ലോ. ആലൻ അവിടെ പുറത്ത് ഫ്രണ്ട്സുമായിട്ട് ഇരിപ്പുണ്ട്. ഞാനത് ഇങ്ങോട്ട് നീക്കിയത് ഇവിടെ ഒരു ഡിഷ് വാഷർ നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അമ്മ അപ്പോഴത്തേക്ക് കണക്കൊക്കെ ഏൽപ്പിച്ചിട്ട് വന്നു. ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് ഈ 2-3 പാത്രങ്ങൾ അങ്ങ് കഴുകി. ഇനി കിടക്കുന്നതിന് മുമ്പുള്ള 2 പരിപാടികൾ ചപ്പാത്തി ചെയ്ത് വെക്കണം, പിന്നെ നിലുവിനുള്ള അമൃതവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മണി 8 ആയിട്ടേ ഉള്ളൂ. അമൃതം ഇപ്പോൾ കാച്ചിയാൽ ശരിയാവത്തില്ല. നാളെ സൺഡേ ആയതുകൊണ്ട് ഞാൻ അവൻ്റെ കൂടെ കിടക്കും എന്നുള്ളത് കൊണ്ടും കുറച്ച് നേരം കൂടുതൽ അവൻ ഉറങ്ങും. അപ്പോൾ മാക്സിമം ലേറ്റായിട്ട് അമൃതം കാച്ചിയാൽ അത്രയും ലേറ്റായിട്ട് അവന് രാവിലെയും കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ എണീറ്റ് പാല് കാച്ചുന്ന ഒരു ഇത് വേണ്ടല്ലോ. അങ്ങനെ ഒരു ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കിടക്കത്തില്ല. ഉറക്കത്തിൽ ഉണർന്ന് വരുമ്പോൾ തന്നെ അതങ്ങോട്ട് വായിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അമൃതവും കുടിച്ചുകൊണ്ട് പിന്നെയും കുറച്ച് നേരം ഉറങ്ങിക്കോളും. ചപ്പാത്തിയും കൂടെ ചെയ്ത് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ സേറമോളുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ വന്നപ്പോഴത്തേക്കും ബബിയാൻ്റെ കണ്ണിലേക്ക് മുറുക്ക് തുപ്പിയിട്ട് കൊടുത്തേക്കുന്നു അവൻ. പിന്നെ ബബിയാൻ്റെ കണ്ണൊക്കെ കഴുകി റെഡിയായി വന്നു. മുറുക്കാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് കോവിൽത്തോട്ടം പള്ളിയുടെ അവിടുത്തെ എന്തോ മാമിയുടെ ഏതോ റിലേറ്റീവ് ഉണ്ട്. അവിടെ എന്തോ പുത്തൻകുർബാനയായിരുന്നു, ആദ്യ കുർബാന. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന നേർച്ച സാധനങ്ങളൊക്കെയാണ്. പിന്നെ കണ്ണമ്മോനും വന്നു. ഞാനും അവനും കൂടെ അവൻ്റെ ലൈഫിൻ്റെ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ എപ്പോഴും നടത്തും. $42 എനിക്കിപ്പോൾ യൂട്യൂബിൽ കാണിക്കുന്നത് $100 ആയാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചകളാണ് അവിടെ. ഇത് ഷിബുവാണ് കേട്ടോ. ഷിബുവിന് ഇന്ന വീടെന്നില്ല, പക്ഷേ അവൻ കുരിശുമുട്ടിൽ ലില്ലിയംസിൻ്റെ വീട്ടിലെ ആളാണ്. പക്ഷെ എല്ലാ വീട്ടിൽ നിന്നും ചോറ് കൊടുക്കും. മാമി ഇവിടുത്തെ ബാക്കി ചോറൊക്കെ ഷിബുവിന് കൊടുക്കുന്നതാണ് കേട്ടോ. മമ്മായേ എന്നും പറഞ്ഞാൽ ഡോറിന് കൊട്ടുന്നത് നിലുവാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഒരുപാട് വിളി തുടങ്ങും, ഡോറടിച്ച് പൊളിക്കാൻ തുടങ്ങും. ഞാൻ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് തിരിച്ച് വന്നിട്ട് നിലുവിനുള്ള അമൃതം കാച്ചുവാണ്. ഇതും കൈയെടുക്കാതെ കാച്ചിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടും. ഒരു ലൂഡ് വെള്ളം എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്വാണ്ടിറ്റി വേണമല്ലോ എനിക്ക് ഉറങ്ങണമെങ്കിൽ. കുറച്ച് ഉപ്പും പഞ്ചസാരയും അമൃതം പൊടിയൊക്കെ കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കാച്ചുന്നുണ്ട്. ഇനി അമൃതമൊക്കെ കാച്ചി വെച്ചിട്ട് കുളിച്ചേച്ച് വേണം ഉറങ്ങാനായിട്ട്. അപ്പോൾ ടാറ്റ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.